ഹായ് കൂട്ടുകാരെ, ഇന്ന് മുട്ടക്കറിയും ചപ്പാത്തിയുമാണ്. മുട്ട വേവിച്ചുകൊണ്ടിരിക്കണു. ഒരു കല്ലുപ്പും കുറച്ച് വെള്ളം ഒഴിച്ചു. ഗ്രേവിക്കുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, തക്കാളി എല്ലാം കൂടെ കടുക് വറുത്തതിലിട്ട് വഴറ്റിക്കൊണ്ടിരുന്നു. അതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, ഗരം മസാല ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു. ശേഷം ചപ്പാത്തി പരത്താൻ തുടങ്ങി. ചപ്പാത്തി ഒരു 15 മിനിറ്റ് മുന്നേ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അങ്ങനെ അതിനിടയ്ക്ക് നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയപ്പോൾ ചപ്പാത്തി പരത്തലും കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ചപ്പാത്തി പരത്തിയിട്ട് കല്ല് വെച്ച് ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കാൻ തുടങ്ങി. 15 മിനിറ്റ് മുന്നേ ഉപ്പും ഇളം ചൂടുവെള്ളത്തിലുമാണ് ഇത് കുഴച്ചത്. അതുകൊണ്ട് നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. കണ്ടില്ലേ? അടിപൊളി ചപ്പാത്തി. അങ്ങനെ എൻ്റെ ചപ്പാത്തി പരിപാടി ഏകദേശം കഴിയാറായി. ചപ്പാത്തിക്കൊപ്പം നമുക്ക് മുട്ടക്കറിയും കൂട്ടി ഒരല്പം ഗ്രേവിയുണ്ട്. കുഴഞ്ഞ ഗ്രേവിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ചപ്പാത്തിയും മുട്ടക്കറിയും കൂടി നമുക്ക് കഴിക്കാം. എല്ലാവരും വായോ, ഇന്നത്തെ എൻ്റെ രാത്രി ഭക്ഷണം മുട്ടക്കറിയും ചപ്പാത്തിയും.